2004 അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷന് 4 ദിവസം മുൻപ് ന്യൂസ് ചാനലുകളിൽ അന്നുവരെ വൈറലാകാത്ത ഒരു വീഡിയോ വൈറലാകുന്നു. ഒസാമ ബിൻ ലാദന്റേതായിരുന്നു ആ ഒരു വീഡിയോ. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ കൂടിയായിരുന്നു ഇത്. ശക്തമായ വാഗ്ദാനങ്ങളുമായി ജോർജ് ബുഷും ജോൺ കെറിയും തങ്ങളുടെ ഇലക്ഷൻ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. തങ്ങൾ അധികാരത്തിൽ വന്നാൽ 9/11 അറ്റാക്കിന്റെ ഉത്തരവാദിയായ ലാദിനെ വെറുതെ വിടില്ല എന്നായിരുന്നു അവരുടെ വാഗ്ദാനം. അൽ ജസീറയിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ട ലാദിന്റെ ഈ ഒരു വീഡിയോ ടേപ്പിൽ നേരത്തെക്കാൾ ആരോഗ്യവാനായും 9/11 അറ്റാക്കിന്റെ ഉത്തരവാദിത്തം കുറച്ചുകൂടി ഡയറക്റ്റായി ഏറ്റെടുക്കുന്നതുമായി ലാദിനെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ കാഴ്ചയിൽ തന്നെ വീഡിയോ ടേപ്പിന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. ദ മോസ്റ്റ് വാണ്ടഡ് മാൻ റൈറ്റ് നൗ ഫീലിംഗ് വെരി വെരി സേഫ്. രാജ്യങ്ങൾ അവരുടെ സീക്രട്ട് സർവീസുകൾ, പ്രധാനമായും അമേരിക്കയുടെ FBI എത്ര തിരഞ്ഞിട്ടും ലാദിൻ എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത്. വീഡിയോ ക്ലിപ്പിലെ ലാദിന്റെ കൊലവിളി കണ്ട ജനങ്ങൾ വളരെയധികം രോഷാകുലരായി. മറുവശത്തായി വെർജീനിയയിൽ സ്ഥിതി ചെയ്യുന്ന CIA ഹെഡ്ക്വാർട്ടേഴ്സിലുണ്ടായിരുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലാദിനെ പറ്റി ഒരു ലീഡും ലഭിക്കുന്നില്ല. കിട്ടുന്ന ലീഡുകളൊന്നും അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒന്നായിരുന്നില്ല. വീഡിയോ ക്ലിപ്പിൽ തന്റെ പ്രവൃത്തികളിൽ സന്തോഷം കണ്ടെത്തുന്ന ലാദിനെ കാണുന്ന CIA ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇത് നാണക്കേടിന്റെ ഒരു സമയം കൂടിയായിരുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം 3 വർഷം മുൻപ് തലനാരിഴയ്ക്കാണ് ലാദിൻ CIAയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു ഓടിയത്. 9/11 അറ്റാക്ക് നടന്ന 1 മാസത്തിനു ശേഷം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. തുടർന്ന് അൽ-ഖൈദ ഫൈറ്റേഴ്സിനെ രാജ്യത്തിന്റെ ഈസ്റ്റേൺ സൈഡിലേക്ക് അമേരിക്ക കൊണ്ടുവരുന്നു. തങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി അൽ-ഖൈദ ഫൈറ്റേഴ്സ് ടോറ ബോറയ്ക്കുള്ളിൽ അഭയം തേടുന്നു. CIA പ്രതീക്ഷിച്ചിരുന്നത് അൽ-ഖൈദ ഫൈറ്റേഴ്സിന്റെ കൂടെ ടോറ ബോറയ്ക്കുള്ളിൽ ലാദിനുണ്ട് എന്നാണ്. ലോക്കൽ അഫ്ഗാനികളുമായി ചേർന്ന് അമേരിക്കൻ സൈന്യം ടോറ ബോറ ആക്രമിച്ചു. അൽ-ഖൈദ ഫൈറ്റേഴ്സിനെ അവർ വളരെ വലിയ തോതിലാണ് നേരിട്ടത്. എന്നാൽ യുദ്ധത്തിൽ അവർക്ക് വലിയ ഗുണങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഹെവി എയർ സ്ട്രൈക്കുകൾ നടത്താൻ തീരുമാനിക്കുന്നു. യുദ്ധത്തിനായി അമേരിക്ക നടത്തിയ പുതിയ നീക്കങ്ങൾ ഒന്നും തന്നെ ഫലം കണ്ടില്ല. ഏവരുടെയും കണ്ണുവെട്ടിച്ച് ലാദിൻ ആ ഒരു സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു മിഷനിൽ CIAക്ക് 20 പേരെ മാത്രമാണ് പിടികൂടാൻ കഴിഞ്ഞത്. ലാദിനെ പിടിക്കാനുള്ള ആദ്യത്തെ സുവർണാവസരം അങ്ങനെ അവർ നഷ്ടമാക്കി. ലാദിനെ പിടികൂടാനായി അമേരിക്ക നടത്തിയ ഈ ഒരു ശ്രമം പൂർണ്ണമായും തോൽവിയായിരുന്നു നമുക്ക് പറയാനാകില്ല. പിടികൂടിയ 20-ൽ ഒരാൾക്ക് വാസ്തവത്തിൽ അവർ പോലും അറിയാതെ ലാദിനിലേക്കുള്ള വഴി കാണിക്കാൻ സാധിക്കുമായിരുന്നു. ഇയാളുടെ പേരായിരുന്നു മുഹമ്മദ് അൽ ഖത്താനി. പിടികൂടുന്നതിന് മുൻപ് വരെ CIA പോലും അറിയാത്ത ഒരു അജ്ഞാത നാമം. അൽ-ഖൈദയുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഫാൽക്കനെ വേട്ടയാടാനാണ് താൻ അഫ്ഗാനിസ്ഥാനിൽ വന്നത്. പ്രാഥമിക ദൃഷ്ടിയിൽ യാതൊരുവിധ കുഴപ്പവും തോന്നിക്കാത്ത ഒരു വ്യക്തി. എന്നാൽ മൊഴിയെടുത്തതിനു ശേഷം CIA ഇയാളുടെ ഫിംഗർ പ്രിന്റ് സിസ്റ്റത്തിൽ തിരയാൻ തുടങ്ങി. അങ്ങനെ ഒരു ഫിംഗർ പ്രിന്റുമായി ഇയാളുടെ ഫിംഗർ പ്രിന്റ് മാച്ചായി. 9/11 അറ്റാക്കിന് ആഴ്ചകൾക്ക് മുൻപ് ഒർലാൻഡോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സെക്യൂരിറ്റി സംശയാസ്പദമായി ഒരാളെ പിടികൂടുന്നു. $2,800 വൺ വേ ടിക്കറ്റും. ഇതായിരുന്നു സംശയത്തിന്റെ ഏറ്റവും പ്രധാന കാരണം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കസ്റ്റം ഓഫീസേഴ്സ് അയാളെ USA എൻ്റർ ആകാൻ സമ്മതിച്ചില്ല, മറിച്ച് തിരിച്ചയച്ചു. പിടിക്കപ്പെട്ട അൽ ഖത്താനിയുടെ ഫിംഗർ പ്രിന്റ് മാത്രമായിരുന്നില്ല അയാളിലേക്കുള്ള സംശയത്തിലേക്ക് നയിച്ചത്. മറ്റു പല എവിഡൻസുകളും അയാൾക്കെതിരായിരുന്നു. അൽ-ഖൈദയുമായി ഇയാളുടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മറ്റൊരു എവിഡൻസ് കൂടി CIAക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുകയുണ്ടായി. ഏതു ദിവസത്തിലാണോ ഇയാൾ USA എൻ്റർ ചെയ്യാൻ ശ്രമിച്ചത് ആ ഒരു സമയത്ത് തന്നെ ഒർലാൻഡോ എയർപോർട്ടിലെ പബ്ലിക് ടെലിഫോണിൽ നിന്നും UAEയിലെ അൽ-ഖൈദകളുടെ ടെലിഫോൺ നമ്പറിലേക്ക് ഒരു കോൾ പോയിരുന്നു. അൽ ഖത്താനി ഈ ഒരു സമയത്ത് എയർപോർട്ടിലായിരുന്നതുകൊണ്ട് തന്നെ CIAയുടെ സംശയമുനകൾ അയാളിലേക്ക് തിരിഞ്ഞു. CIAയുടെ കൺക്ലൂഷൻ ഇങ്ങനെയായിരുന്നു: ആ ഒരു സമയത്ത് ആരോ ഇയാളെ റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണമാകാം അയാൾ ഒരു കോൾ ചെയ്തിട്ടുണ്ടാവുക. ഫോൺ കോളിന് പുറമെ FBIക്ക് മറ്റൊരു എവിഡൻസ് കൂടി ലഭിക്കുകയാണ്. എയർപോർട്ടിൽ ആരാലോ ഉപേക്ഷിക്കപ്പെട്ട ഒരു വാഹനം അവർ കണ്ടെത്തുന്നു. എന്നാൽ പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ അവർക്ക് മനസ്സിലായി ഈ വാഹനം മുഹമ്മദ് അദയുടെ റെന്റഡ് വെഹിക്കിൾ ആണിത്. അതേ മുഹമ്മദ് അദ 9/11 അറ്റാക്കിൽ അമേരിക്കൻ എയർപ്ലെയിനായ 11നെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്തേൺ ടവറിൽ ക്രാഷ് ആക്കിയ വ്യക്തി. തുടർച്ചയായ അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനും ശേഷം അന്വേഷണ സംഘത്തിന് ഒരു കാര്യം മനസ്സിലായി: അൽ ഖത്താനിയും 9/11 അറ്റാക്കിൽ ഇൻവോൾവ് ആവാനിരുന്നതാണ്. യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് 93 ഹൈജാക്ക് ചെയ്യാനും ലക്ഷ്യാനുസരണം ഫ്ലൈറ്റിനെ ക്രാഷ് ചെയ്യിക്കാനുമായിരുന്നു ഇവരുടെ പ്ലാൻ. 9/11 അറ്റാക്കിനിടെ പാസഞ്ചേഴ്സ് പെൻസിൽവേനിയയിൽ വെച്ച് ഫ്ലൈറ്റിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ മിഷൻ ഫെയിൽ ആവുകയാണ് ഉണ്ടായത്. തുടർച്ചയായ അന്വേഷണത്തിനും ഇന്ററോഗേഷനും ശേഷം തനിക്ക് അൽ-ഖൈദാസുമായുള്ള ബന്ധം അയാൾ സമ്മതിക്കുകയാണ് ചെയ്തത്. ഇയാളെ പിടികൂടി ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ മറ്റൊരാൾ വന്നുപെടുകയാണ്. മാർച്ച് 2002 അൽ-ഖൈദ മെമ്പറായ അബു സുബൈദ് അന്വേഷണ സംഘത്തിന്റെ കരങ്ങളിൽ അകപ്പെടുന്നു. ടെറർ ഓർഗനൈസേഷന് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, അതായിരുന്നു ഇയാളുടെ ദൗത്യം. തുടർച്ചയായ ഇന്ററോഗേഷന് ശേഷം ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിനെ പിടിക്കാനുള്ള എല്ലാ ഇൻഫർമേഷനുകളും ഇയാൾ CIAക്ക് നൽകി. അങ്ങനെ 1 വർഷത്തിന് ശേഷം ഖാലിദ് ഷെയ്ഖും പിടികൂടപ്പെട്ടു. 9/11 അറ്റാക്കിനെ പറ്റിയുള്ള പ്ലാനിങ്ങുകൾ പ്രിപ്പയർ ചെയ്ത വ്യക്തിയായിരുന്നു ഇയാൾ. ഈ സമയപരിധിയിലാണ് CIAയുടെ അടുത്ത് മുഹമ്മദ്
അൽ ഖത്താനി ഒരു കാര്യം പറയുന്നത്. 9/11 അറ്റാക്കിന് ഏകദേശം 2 മാസം മുൻപ് ജൂലൈ 2001 ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് അന്നുവരെ CIA അറിയാത്ത ഒരാളെ അയാൾക്ക് പരിചയപ്പെടുത്തി നൽകിയിരുന്നു. അയാളായിരുന്നു അബു അഹമ്മദ് അൽ ഖ്വയ്ദ. ഖത്താനിക്ക് ട്രെയിനിങ് നൽകിയ വ്യക്തിയായിരുന്നു ഇയാൾ. CIA ഇൻവെസ്റ്റിഗേഷനും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ലീഡുകളും അൽ ഖ്വയ്ദയുടെ സ്ട്രക്ചർ മാത്രം മനസ്സിലാക്കാനാണ് അവരെ സഹായിച്ചത്. ലാദിൻ എവിടെയാണെന്നോ അയാളെ പറ്റിയുള്ള ഒരു ചെറിയ ലീഡോ CIAക്ക് ലഭിക്കുന്നില്ലായിരുന്നു. വളരെയധികം പരിതാപകരമായൊരവസ്ഥയിലൂടെയായിരുന്നു CIA കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു സമയത്ത് കഴിയുന്ന എല്ലാ രീതിയിലും CIA ലാദിനെ ട്രേസ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അയാളെ പറ്റി യാതൊന്നും CIAക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയാളുടെ ഫാമിലി മെമ്പേഴ്സിനെ വരെ സർവൈലൻസിൽ ഏർപ്പെടുത്തി. പക്ഷേ യാതൊന്നും കയ്യിൽ കിട്ടിയില്ല. തന്നെ വളരെയധികം സുരക്ഷിതമായ ഒരു സ്ഥലത്തായിരുന്നു ലാദിൻ ആ ഒരു സമയത്ത് ഒളിപ്പിച്ചിരുന്നത്. തുടർന്നുള്ള വർഷങ്ങളിൽ ലാദിന്റെ ഓഡിയോ ക്ലിപ്പുകൾ റിലീസാകാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലാക്കിയിരുന്ന കാര്യം അൽ ഖ്വയ്ദ ലീഡേഴ്സിന്റെ അടുത്ത് മാത്രമാണ് ഇയാൾ കോണ്ടാക്ട് ചെയ്യുന്നതെന്നാണ്. അങ്ങനെ CIA തങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ മറ്റൊരു ആംഗിളിലേക്ക് മാറ്റാൻ തുടങ്ങി. അൽ ഖ്വയ്ദ കൊറിയർ സിസ്റ്റത്തിലായി പിന്നീട് അവരുടെ കണ്ണ്. ലാദിൻ അയക്കുന്ന കത്തുകൾ വ്യത്യസ്തങ്ങളാർന്ന ആളുകളുടെ കരങ്ങളിലൂടെ കടന്ന് നേരെ അൽ ഖ്വയ്ദ ലീഡേഴ്സിലേക്ക് എത്തുന്നു. 2004 കുർദ് സെക്യൂരിറ്റി ഫോഴ്സ് ഹസൻ ഗുൽ എന്ന വ്യക്തിയെ പിടികൂടുകയുണ്ടായി. ഇയാളുടെ പക്കൽ നിന്നും ഒസാമ ബിൻ ലാദൻ അന്ന് എഴുതിയിരുന്ന ഒരു കത്ത് കണ്ടെത്താൻ സാധിച്ചു. ഒട്ടും സമയം കളയാതെ ഇവർ CIAക്ക് ഹസൻ ഗുലിനെ കൈമാറി. ഈ ഒരു സമയത്താണ് ആരും അറിയാത്ത മറ്റൊരു സത്യം പുറത്തു വരുന്നത്. ഇയാൾ പറഞ്ഞതനുസരിച്ച് അബു അഹമ്മദ് ലാദിന്റെ വലം കൈയാണ്. ഇതേ അബു അഹമ്മദ് തന്നെയാണ് മുഹമ്മദ് അൽ ഖത്താനിക്ക് ട്രെയിനിങ് നൽകിയത്. ഇത്ര കൂടിയായപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുഴുവൻ ഫോക്കസും അബു അഹമ്മദിലേക്കായി. ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അറിയണമായിരുന്നു അബു അഹമ്മദിന്റെ യഥാർത്ഥ റോൾ എന്താണ്. ഒരു വശത്തു നിന്ന് അൽ ഖ്വയ്ദയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി ഇയാളെ ചിത്രീകരിക്കുമ്പോൾ ഖാലിദ് ഷെയ്ഖിനെ പോലെയുള്ളവർ ഇയാൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെന്നും റിട്ടയർഡ് ആയിട്ടുള്ളൊരു മെമ്പർ ആണെന്നും മാത്രമാണ് അഭിപ്രായപ്പെട്ടിരുന്നത്. പിന്നീട് മെയ് 2005 അബു ഫറാജ് അൽ ലിബീബിയും പിടിക്കപ്പെടുന്നു. ഇയാളും പറഞ്ഞത് ഇത്ര മാത്രമാണ്: അബു അഹമ്മദിന് അൽ ഖ്വയ്ദാസിൽ പ്രധാനപ്പെട്ട റോളൊന്നും തന്നെയില്ല. തങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അടുത്ത 2 വർഷ കാലഘട്ടത്തിലേക്ക് അബു അഹമ്മദിനെയും ഒസാമ ബിൻ ലാദനെയും പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻ CIA തുടർന്നു. എന്നാൽ പിന്നീട് അവർ പോലും അറിയാതെ ഒരു സീക്രട്ട് ഇൻഫർമേഷൻ 2007 അവരുടെ കയ്യിൽ വന്ന് പെടുകയാണ് ഉണ്ടായത്. 2007 ഇതുവരെ അബു അഹമ്മദ് ആണെന്ന് അവർ കരുതിയിരുന്ന അയാളുടെ ശരിയായ ഐഡന്റിറ്റിയെ പറ്റി CIAക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നു. അബു അഹമ്മദിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി ഇബ്രാഹിം സയ്യിദ് അഹമ്മദ് എന്നായിരുന്നു. ഇയാളൊരു പാകിസ്ഥാനിയാണെന്നും പിന്നീട് കുടുംബമായി ഇവർ കുവൈറ്റിലേക്ക് ഷിഫ്റ്റായി എന്നുമാണ് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഈ 2 വർഷ കാലഘട്ടത്തിലേക്ക് ഇയാളുടെ യഥാർത്ഥ പേരല്ലാതെ CIAക്ക് യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏത് വിധേയനെയും അബു അഹമ്മദിനെ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ അടുത്ത 3 വർഷത്തേക്ക് അവരുടെ മുഴുവൻ ഫോക്കസും അബു അഹമ്മദിലായിരുന്നു. കുവൈറ്റിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകുന്ന എല്ലാ കോളുകളെയും അവർ ട്രാക്ക് ചെയ്തു തുടങ്ങി. ഇങ്ങനെ അബു അഹമ്മദിനെ കണ്ടെത്താമെന്നായിരുന്നു CIA അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അവർ 3 വർഷ കാലഘട്ടമെടുത്തു അബു അഹമ്മദിന്റെ ആ ഒരൊറ്റ കോൾ ട്രാക്ക് ചെയ്യാൻ. ജൂൺ 2010 കൂടി അവർക്ക് ലഭിച്ച അല്ലെങ്കിൽ സംശയം തോന്നിയ കോൾ ഇങ്ങനെയായിരുന്നു. കോൺവെർസേഷൻ അറബിക്കിലും പഷ്തൂയിലുമായിരുന്നു. ഇതിനു പുറമെ പാകിസ്ഥാനിലുള്ള വ്യക്തി ഒരു ലൈൻ പറയുന്നുണ്ടായിരുന്നു ഇതിനിടെ: ഐ ആം വിത്ത് ദ പീപ്പിൾ ഐ വാസ് വിത്ത് ബിഫോർ. പ്രധാനമായും സംശയം തോന്നാനുള്ള ആദ്യത്തെ കാരണം ഇത് തന്നെയായിരുന്നു. എന്നാൽ ഈ ഒറ്റ കാരണം മാത്രമല്ല CIAയുടെ കണ്ണുകൾ ഇയാളിലേക്ക് തിരിച്ചത്. പാകിസ്ഥാൻ കേന്ദ്രമാക്കിയിരുന്ന ഈ ഒരു വ്യക്തി തന്റെ മൊബൈൽ ഫോൺ ട്രാക്കാവാതിരിക്കാൻ എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചിരുന്നു. ഏതാനും നിമിഷങ്ങളിലേക്ക് മൊബൈൽ ഫോൺ ഓൺ ആവുകയും പിന്നീട് ഓഫ് ആവുകയും ചെയ്തിരുന്നു. ഈ കാരണങ്ങളെല്ലാം തന്നെ CIAയുടെ സംശയമുനകൾ ഇയാളിലേക്ക് തിരിച്ചു. CIA അങ്ങനെ തങ്ങളുടെ സ്പൈ വർക്കുകൾ ആരംഭിക്കുകയാണ്. ഗ്രൗണ്ട് ലെവലിൽ ഇയാളെ തപ്പിയിറങ്ങുകയാണ്. ഈ ദൗത്യത്തിനായി ഓഗസ്റ്റ് 2010 കൂടി ഒരു പാകിസ്ഥാനി CIA ഏജന്റിനെ അവർ ഏർപ്പെടുത്തുകയാണ്. അയാൾ പാകിസ്ഥാനിലേക്ക് പോവുകയും പിന്നീട് പേഷാവറിൽ വെച്ച് അബു അഹമ്മദിനെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. മണിക്കൂറുകളോളം ഏജന്റ് അയാളെ ഫോളോ ചെയ്തു. ദൈർഘ്യമേറിയ ഡ്രൈവിന് ശേഷം ഇയാൾ നേരെ ഒരു വീടിനുള്ളിലേക്കാണ് കയറിപ്പോയത്. CIAക്ക് അബു അഹമ്മദ് ഇപ്പോൾ എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത്തവണ ഒരു മിസ്റ്റേക്കും ചെയ്യാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. അബു അഹമ്മദിന് മാത്രമേ ലാദിന്റെ ഇടത്തേക്ക് തങ്ങളെ എത്തിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് CIAക്ക് ഉണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ അബു അഹമ്മദ് ലാദിനുണ്ട് എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലത്തേക്കും പോയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ CIA ഉറപ്പിക്കുകയാണ് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ലാദിനുള്ളത്. കഴിഞ്ഞ 10 വർഷമായി തങ്ങൾ തിരയുന്ന വ്യക്തി, ആയിരങ്ങളുടെ ജീവൻ എടുത്ത വ്യക്തി, അങ്ങനെ അവസാനം ആ ഒരു സമയം വന്നെത്തുകയാണ്. ലാദിൻ എന്നേക്കുമായി ഭൂമിയിൽ നിന്നും വിടവാങ്ങാൻ പോകുന്നു. അങ്ങനെ CIAയുടെ വർക്കുകൾ ഇവിടെ അവസാനിച്ചു. ഗ്രൗണ്ട് ലെവലിൽ പുതിയ മിലിറ്ററി ഫോഴ്സുകളെ USA അപ്പോയിന്റ് ചെയ്തു. മെയ് 1, 2011 രാത്രി 11 മണിയോടുകൂടി 2 ഹെലികോപ്റ്ററുകൾ അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നു. പാകിസ്ഥാനിലെ അബ്ദാബാദിനെ ലക്ഷ്യമാക്കി ഹെലികോപ്റ്ററുകൾ ലാദിനുള്ള കോമ്പൗണ്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നു. ഈ ഒരു മിഷൻ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. USA ഇങ്ങനൊരു മിഷൻ നടത്തുന്ന കാര്യം
പാകിസ്ഥാനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ ലാദിൻ കേന്ദ്രമാക്കിയിരിക്കുന്ന കോമ്പൗണ്ട് പാകിസ്ഥാനി മിലിറ്ററി അക്കാഡമിയുടെ തൊട്ടടുത്തായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ റഡാറുകൾക്ക് പോലും ക്യാപ്ചർ ചെയ്യാൻ കഴിയാത്ത രീതിയിലായിരുന്നു USA ഹെലികോപ്റ്ററുകളെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മിഷന്റെ സമയപരിധി 40 മിനിറ്റ് ആയിരുന്നു. എന്നാൽ ഫോഴ്സ് ഏകദേശം 15 മിനിറ്റിനുള്ളിൽ തന്നെ ബിൽഡിംഗിന്റെ 3rd ഫ്ലോറിൽ ലാദിനെ കണ്ടെത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ബിൽഡിംഗിൽ ലാദിന് സെക്യൂരിറ്റി നൽകിയിരുന്ന എല്ലാവരെയും ഗാർഡുകൾ കൊലപ്പെടുത്തി. മിഷന് ശേഷം USA അടുത്ത 24 മണിക്കൂറുകൾക്കകം സൗദി അറേബ്യയുടെ പെർമിഷനോടുകൂടി ലാദിന്റെ ബോഡി അറേബ്യൻ സീയിൽ ഒഴുക്കിക്കളഞ്ഞു. നമ്മുടെ മറ്റു വീഡിയോകളെ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലോളിൽ എനേബിൾ ചെയ്യാനും പരമാവധി വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും ഇന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.